കടലിൽ പൊന്തുവള്ളങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന മത്സ്യബന്ധനം നിരോധിക്കാൻ നീക്കം. കരയോട് ചേർന്ന് തിരക്കടലിൽ മാത്രം മീൻ പിടിക്കുന്ന പൊന്തുവള്ളങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നത് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. സുരക്ഷയ്ക്കെന്ന പേരിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നിരോധനത്തെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് മത്സ്യത്തൊഴിലാളികൾ. തിരകൾക്കൊപ്പം പൊങ്ങിയും താണും കടലിനോട് ചേർന്നുള്ള ഈ പോരാട്ടം കുടുംബം പുലർത്താനാണ്. തെർമോക്കോൾ കൂട്ടിയോജിപ്പിച്ച് നിർമ്മിക്കുന്ന വള്ളങ്ങളെ മത്സ്യത്തൊഴിലാളികൾ പൊന്തുവള്ളമെന്നും പൊങ്ങുവള്ളമെന്നും വിളിക്കും. ആലപ്പുഴ, കൊല്ലം, കൊച്ചി തീരദേശങ്ങളിൽ പൊന്തുവള്ളങ്ങൾ വ്യാപകമായി കാണാം. ഒരാൾ മാത്രം തുഴയുന്ന പൊന്തുവള്ളങ്ങൾ തീരത്തോട് ചേർന്നാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ആലപ്പുഴ തീരത്ത് മാത്രം 2000-ഓളം പൊന്തുവള്ളങ്ങളുണ്ട്. ഈ വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നത് നിരോധിക്കാനാണ് നീക്കം. ഞങ്ങളുടെ അന്നം കൂടി മുട്ടും, അത് തന്നെ. അല്ല പിന്നെ എന്ത് ബാധിക്കും? അതേ ബാധിക്കത്തുള്ളൂ ഞങ്ങൾക്ക്. ഇപ്പോൾ ഒരു കാര്യം പറയാം, ഞങ്ങളിപ്പോൾ അരി മേടിക്കുന്ന പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഞങ്ങൾ അരി മേടിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പോകും. നിങ്ങളെന്ന് പറ, അതിന് മറുപടി ഞങ്ങൾ പിന്നെ ഇവിടെ പോകാൻ. ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ മാർഗ്ഗത്തിൽ ഞങ്ങൾ പിന്നെ ഇവിടെ പോകാൻ. ഇതാണ് ഞങ്ങളുടെ മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ്. പൊന്തുവള്ളത്തിൽ മീൻ പിടിക്കുന്ന തൊഴിലാളിയെ ആശ്രയിച്ച് കുറഞ്ഞത് 7 പേരെങ്കിലും ഉണ്ടാകും. പിടിച്ച ഉടൻ വലയോടുകൂടി തന്നെ പാതയോരത്തോ മാർക്കറ്റുകളിലോ എത്തിച്ച് വിൽപ്പന നടത്തും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ കയറി പിന്നെ മീൻ കൂടുതലുണ്ടെങ്കിൽ റോഡെ കൊണ്ടിട്ട് അടിക്കും. അന്നേരം അവർക്ക് ഈ ഐസ് ഇല്ലാത്ത മീൻ കൊടുക്കും, പച്ച മീൻ. അതേല്ലോ, മീൻ കൂടുതൽ കിട്ടിയാൽ ഇല്ലെങ്കിൽ ഇവിടെ ഇട്ടടിക്കും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന നടപടിയെ ശക്തമായി എതിർക്കുമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകളും അറിയിച്ചു. കൃത്യമായ ഉപജീവന മാർഗം നടത്തുന്ന അതിനെതിരെ വളരെ വലിയ പ്രക്ഷോഭത്തിലേക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോകാൻ സാധ്യതയുണ്ട്. അവരുടെ ഉപജീവന മാർഗം മുട്ടിക്കുന്ന തരത്തിലേക്കാണ് ഈ സർക്കാർ എടുക്കുന്ന ഈ നിലപാട്. ആ നിലപാടിനെതിരെ ഇനി വരും സമയങ്ങളിൽ വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. നിരോധനവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ജനം, ആലപ്പുഴ.